കൊല്ലം പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഫേസ്ബുക്ക് ലൈവുമായി യുവാവ്. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനെയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഐസക് കീഴടങ്ങി. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആഡംബര ജീവിതം നയിക്കണം ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. അരുൺരാജ വാർത്തകൾ നിർമ്മിച്ചിരുന്നു. അരുൺ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പെരുപ്പ് തോന്നുക. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു ഒന്ന് ഒരു കുറ്റബോധം ഇല്ലാതെ ഒരാൾ ഒന്ന് പറയുക കൊന്നിട്ട്. അഷ്മി, തീർച്ചയായും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഐസക്ക സംസാരിച്ചത്. കാരണം അതാ കേൾക്കുമ്പോഴും ആ വീട്ടിലെ ദൃശ്യങ്ങൾ കാണുമ്പോഴുമെല്ലാം നമുക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ശാലിനിയും ഐസക്കും തമ്മിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ പുനലൂരിലെ കലയനാട്ട് വീട്ടിലായിരുന്നു ഈ ശാലിനി അടക്കം താമസിച്ചത്. ഈ ചില സംശയരോഗത്തിന്റെ പേരിൽ ശാലിനിയെ നിരന്തരമായി കുറ്റം പറഞ്ഞ് നിരന്തരമായി മർദ്ദിക്കുന്നടക്കം സ്വഭാവം ഐസക്കിനുണ്ടായിരുന്നു. ഒടുവിൽ സഹികെട്ടാണ് ശാലിനി അമ്മയുടെ വീട്ടിലേക്ക് അഭയം പ്രാപിച്ചത്. അവിടെ അമ്മയുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നടക്കം അമ്മയുടെ വീട്ടിലായിരുന്നു. 19ഉം 11ഉം വയസ്സുള്ള 2 മക്കളടക്കം ഉണ്ടായിരുന്നു. ഐസക്കിനെ പേടിച്ച് ശാലിനി കഴിഞ്ഞ നാളുകളെല്ലാം ജീവിച്ചു എന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ശരി. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഐസക്ക് ഈ വീട്ടിലേക്ക് എത്തി 6 മണിക്ക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം ലോകത്തെ എമ്പാടും അറിയിച്ച ശേഷം പോലീസിന് മുമ്പാകെ എത്തി കീഴടങ്ങിയായിരുന്നു ഐസക് ചെയ്ത. നിലവിൽ ഐസക്കിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറ്റം സമ്മതിച്ചു. താൻ ചെയ്തതിൽ ശരിയുണ്ട് എന്നുള്ള വാദത്തിലാണ് ഐസക് ഇപ്പോഴും നിൽക്കുന്നത്. നിരന്തരം ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാര്യം ഐസക് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ശാലിനിയുടെ മൃതദേഹം അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തിക്കും. തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇയാൾ എന്തു ചെയ്യുന്ന ആളാണ്? ഇത് നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നോ? ഇയാളുടെ സ്വഭാവം ഇപ്പോൾ ഒരു ഭാര്യയെ കൊന്നതിന് ശേഷം FBയിൽ വന്നൊരു കുറ്റബോധവുമില്ലാതെ അത്തരത്തിൽ ഭാര്യയെ കൊന്നു, അതിനുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എന്താണ് ഒരു അത്രയും ക്രൂരനായ പ്രതി നേരത്തെയും ഇത്തരത്തിൽ വലിയ ഉപദ്രവങ്ങളായിരുന്നിരിക്കുമല്ലോ അരുൺ? തീർച്ചയായും നേരത്തെയും ശാലിനി വലിയ പീഡനം സഹിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇയാൾക്ക് ഇത്തരം മാനസികാവസ്ഥയാണെങ്കിൽ ശാലിനിയെ നിരന്തരമായി ഇയാൾ ആക്രമിച്ചിരുന്നു, മർദ്ദിച്ചിരുന്നു. ശാലിനിയുടെ വാദത്തിന് അടിസ്ഥാനമുണ്ട്. ഈ ശാലിനി അടുത്ത സ്കൂളിലെ ഒരു സ്ലീപ്പർ ജീവനക്കാരിയാണ്. ഈ ഐസക്ക് ഈ ദൈനംദിനമായി ജോലികൾ ചെയ്ത് സമ്പാദ്യം കണ്ടെത്തുന്ന ആളാണ്. ഇവർക്കിടയിൽ ചില കുടുംബപരമായ പ്രശ്നങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ശാലിനി ഇയാളോട് ചോദിക്കാതെ സ്വർണ്ണമടക്കം പണയം വെക്കുന്നു. അതുപോലെ തന്നെ ഇയാളുടെ കാര്യം ഇയാൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നതായിരുന്നു ഇയാളുടെ പ്രാഥമികമായുള്ള പരാതി. ഒടുവിൽ അത് സംശയരോഗത്തിലേക്ക് നീണ്ടു. ഒടുവിലാണ് ശാലിനിക്ക് നേരെ മർദ്ദനം ഉണ്ടായത്. ഒടുവിൽ ഗതികെട്ടുകൊണ്ടാണ് ശാലിനി ഈ വീട്ടിൽ നിന്നിറങ്ങി അമ്മയോടൊപ്പം താമസം മാറിയത്. അവിടെയും ഇയാൾ എത്തി സ്വസ്ഥത കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും പ്രതിയുടെ മാനസികാവസ്ഥ അത് വല്ലാത്ത രീതിയിലാണ്. കാരണം ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നു എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല. കാരണം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പോലും അതിൽ യാതൊരു കുറ്റബോധവും കാണാതെ അത് ലോകത്തോട് വിളിച്ചു പറയാൻ അയാൾ സാമൂഹ്യ മാധ്യമം തന്നെ ഉപയോഗിച്ചത് ആ പ്രതിയുടെ ആ മാനസിക ധൈര്യം അത് വല്ലാത്ത ഒരു മോശമായ ഒരു അവസ്ഥയാണ്. അതാണ് കാണിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. പോലീസ് ഈ കേസിനെ പറ്റി പറയുന്നത് എന്താണ് അരുൺരാജ്? ഇനി എന്താകും തുടർ നടപടികൾ? ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയോ? ഹാഷ്മി, ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇയാളുടെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ശാലിനിയുടെയും ഐസക്കിന്റെയും മൂത്ത മകൻ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ മൂത്ത മകന്റെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. 19 വയസ്സ് മാത്രമാണ് ആ പയ്യനുള്ളത്. ആ പയ്യന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി പോലീസ് സ്വീകരിക്കുക. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കില്ല. പക്ഷേ ഇവർക്കിടയിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നു. ശാലിനി എന്ത് കാരണത്താലാണ് ഈ വീട്ടിലേക്ക് വന്ന് നിന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിവരം ശേഖരിക്കും. എന്തായാലും ഐസക്ക് ഈ കുറ്റം സംബന്ധിച്ച് ആ പൊതുമധ്യത്തിൽ വന്ന സാഹചര്യം അത് പോലീസ് ഈ എന്താണ് അതിന്റെ പ്രീവിയസ് കാര്യങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കാര്യത്തിലും അന്വേഷണം തുടരുന്നുണ്ട്. ഐസക്ക് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അരുൺരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒരാൾ ഐസക്ക് എന്ന് പറഞ്ഞാണ് ആ സൈക്കോ കൊലപാതകയുടെ പേര്. ഐസക്ക് വന്ന് ഫേസ്ബുക്കിലൂടെ ഞാൻ ഭാര്യയെ കൊലപ്പെടുത്തി, ഇന്നതാണ് കാരണം, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെയാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള കാരണം അയാൾ പറയുന്നത്. പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു.
അങ്ങേയറ്റം ക്രൂരനാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു അരുൺ രാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.